ഒരു നിലപാടായിരുന്നു അത്. അങ്ങതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ആ ഘട്ടത്തിൽ ഒരാക്രമണം സോവിയറ്റ് യൂണിയന് നേരെ വന്നാൽ അത് പിടിച്ചു നിൽക്കാനുള്ള വിഷമം അന്ന് സോവിയറ്റ് യൂണിയനുണ്ട്. അത് കണ്ടുകൊണ്ടാണ് തൽക്കാലം ആക്രമണം വരാതിരിക്കണം. എന്നാൽ എന്തു ചെയ്തു? ആക്രമണം വരുന്നാൽ അതിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതിൻ്റെ ഭാഗമായി ആ താൽക്കാലിക സന്ധി എന്തിനുപയോഗിച്ചു? സോവിയറ്റ് യൂണിയനെ അതിശക്തമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു. അങ്ങനെയാണ് ജർമ്മൻ സേന മോസ്കോവിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തിയെങ്കിലും അവിടുത്തെ ചെമ്പടക്ക് അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. ആ കരുത്താർജിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതങ്ങ് മറക്കാതിരിക്കും. പോലെ അങ്ങ് പറഞ്ഞാൽ അതൊരു അടവ് നയമായിരുന്നു സ്റ്റാലിൻ്റെ എന്ന. സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അധികം നാളൊന്നല്ല, 1917 അല്ലേ? റഷ്യൻ റവല്യൂഷൻ 1917 അതിനുശേഷം ഒരുപാട് നാളായി അവർ സെറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ രണ്ടുപേരും രണ്ടുപേരും ഒരേ പണിയാണ് ചെയ്തിരുന്നത്. സ്റ്റാലിൻ ചെയ്തിരുന്നതും ഹിറ്റ്ലർ ചെയ്തിരുന്നതും ഒരേ ജോലിയാണ്. എതിരാളികളെ കൊല്ലുക, സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു. അറിയത്തില്ലേ? സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു. PB-യിലുള്ളവരെ കൊല്ലുമായിരുന്നു, നാട് കടത്തുമായിരുന്നു. രണ്ടുപേരും ചെയ്തിരുന്ന ഒരു നല്ല ഒരേപോലത്തെ പരിപാടിയാണ്. ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് പറയുന്നത് നല്ല യോജിച്ച പാക്ട് ആയിരുന്നു. രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഫാസിസത്തിനെതിരായി ലെറ്റ് മീ കൺക്ലൂഡ്. ഫാസിസത്തിനെതിരായി നാസിസത്തിനെതിരായിട്ടൊന്നും ഒരു നിലപാടും സ്റ്റാലിൻ ഉണ്ടായിരുന്നില്ല. സ്റ്റാലിൻ ചെയ്തിരുന്നത് അത് തന്നെയാണ്. മന്ത്രിമാർക്ക് വരെ ഭയമായിരുന്നു. ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. എത്രയോ പേരെ നാട് കടത്തി. സൈബീരിയ എങ്ങനെയുണ്ടായത്? എങ്ങനെയാണ്? സൈബീരിയയിലേക്ക് ആളുകളെ നാട് കടത്തുമായിരുന്നു. മുഴുവൻ ആളുകളെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു അവിടെ മുഴുവൻ. ഞാൻ അങ്ങക്ക് എല്ലാം തെളിയിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ലോകത്തെ ഈ വിഷയങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണാതെ പറയുന്നത്. എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. എനിക്ക് വലിയ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതാണ് സംഭവം. അല്ലാതെ അടവ് നയമൊന്നുമല്ല. അവരുടെ കൂടെ ആയിരുന്നു. പിന്നെ ഹിറ്റ്ലർ കൺസിസ്റ്റന്റ് അല്ല. ഇന്നെടുക്കുന്ന തീരുമാനം നാളെ അല്ല. അതുകൊണ്ട് അയാൾ ഒരു ദിവസം കയറി അറ്റാക്ക് ചെയ്യാണ്. അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഇവർ ഇപ്പുറത്തോട്ട് കൂടിയത്. അല്ലാതെ അതിൻ്റെ അകത്തൊന്നും. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാൻ പറഞ്ഞതുപോലെ മോസ്കോയിൽ മഴ പെയ്താൽ ഇവിടെ കൊച്ചിയിൽ കുട പിടിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കുട പിടിക്കും. അതായിരുന്നു സ്വന്തമായിരുന്ന